ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഓക്കെ, ഇന്ന് കുറെ പേര് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ പുറകെ വരും നമുക്ക് വിചാരിക്കാം. ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് റെക്കോർഡിംഗ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജിജി മാഡത്തിന്റെ ഒരു ക്ലാസ്, ജോഷ് ഒക്കെ നിങ്ങൾ ഇന്നലെ ഫീൽ ചെയ്ത് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ കുറെ പേര് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ അയച്ചിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള റിവ്യൂ, നിങ്ങളുടെ സെഷനെ കുറിച്ചുള്ള റിവ്യൂ സ്റ്റാഫിനെ അറിയിക്കുക. കാരണം അത് തന്നെയാണ് മാഡത്തിനെ പോലെ ആളുകളുടെ വലിയൊരു ഊർജ്ജം. ഇപ്പൊ റെയിൽവേ RRB ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, കുറെ അധികം ഡീറ്റെയിൽസ് ഇന്നലെ മാഡം അവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ മാഡം ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നമുക്കറിയേണ്ടത് എന്താണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോ CMA എന്നൊരു ഒരു പോസ്റ്റ് ഉണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് സൂപ്പർവൈസർ. അവരെന്താണ് ചെയ്യുന്നത്? ഇനി അതില് ലാബ് വർക്കാണോ അതോ ഫീൽഡ് വർക്കാണോ? ഇനി റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ പല എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് ഉണ്ട്. അതിലെന്താണ് അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഇനി റെയിൽവേ ജോലിയുടെ കുറെ അധികം ബെനിഫിറ്റ്സിനെ കുറിച്ച് ഇന്നലെ മാഡം വളരെ വിശദമായിട്ട് പറഞ്ഞല്ലേ. സെക്കൻഡ് ക്ലാസ് AC ട്രാവൽ, റെയിൽവേ ക്വാർട്ടേഴ്സിൽ സ്റ്റേ, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി ഇതെല്ലാം വ്യക്തമായിട്ട് പറയാൻ ഏറ്റവും ഇതിനായുള്ള വ്യക്തി റെയിൽവേയിൽ ഉള്ള ഒരു ഓഫീസർ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മളോട് ചെയ്യുന്നത് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള നിതിൻ സാറാണ്. നിതിൻ സാറ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സദേൺ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈ ഹെഡ് ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. അപ്പൊ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത് എന്താണ് റെയിൽവേയുടെ ജോലി, റെയിൽവേയുടെ ജോലിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ത്, ഇനി അതിൽ എന്തൊക്കെയാണ് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതേപോലെ തന്നെ ഈ ജോലിയുടെ ഒരു കരിയർ ഗ്രോത്ത്, എല്ലാത്തിലുപരി ഈ ജോബിലേക്ക് എങ്ങനെ എത്താം, അദ്ദേഹത്തിന്റെ ജേർണി, ഒപ്പം തന്നെ ഈ ഒരു ജോലിയിലേക്ക് ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എത്താം, അദ്ദേഹം എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത്. കാരണം ഒരു ടോപ്പർ സ്റ്റോക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതില് അദ്ദേഹത്തിന്റെ കുറച്ച് ടെക്നിക്സ് ഉണ്ടാവാം, അദ്ദേഹം ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങൾ, അപ്പൊ എല്ലാം പറയാൻ അദ്ദേഹം റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ നിതിൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, ഞാൻ ഓക്കെ കേൾക്കാൻ പറ്റും. ഞാനിപ്പോ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്യാം. ഓക്കെ സാർ, വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. സാർ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ പേരാണ് നിതിൻ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് റെയിൽവേയിൽ. അപ്പോൾ JE ആയിട്ട് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ എല്ലാവർക്കും അല്ലേ? കേൾക്കാം, എല്ലാം ക്ലിയർ ആണ്, സ്ക്രീനും ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം നമുക്ക് ഞാനിപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് നമുക്ക് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യവും, എന്തൊക്കെയാണ് ഇതിൻ്റെ പോസ്റ്റുകൾ എന്നുള്ള കാര്യവും, ഏതൊക്കെ മേഖലയിലാണ് ഇതിനകത്ത് സ്കോപ്പ് ഉള്ളത്. ശരിക്കും റെയിൽവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നൊരു ഏറ്റവും വലിയ എംപ്ലോയറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എംപ്ലോയറാണ് റെയിൽവേ. അപ്പം അങ്ങനെ നോക്കുമ്പം സുബിൻ സാർ ഇതൊന്നും ചെയ്യാവോ, മേലെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റുഡന്റ് വ്യൂവിൽ എല്ലാം ക്ലിയർ ആണ്. ആണല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എത്ര പേര് ഇപ്പം നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരിൽ CMA, അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്നൊന്ന് അറിയാൻ പറ്റുമോ? ഇപ്പം ജോയിൻ ചെയ്തായിരിക്കും കൂടുതൽ പേര് അങ്ങനെയാണോ, അതോ JE എത്ര പേരുണ്ട്? മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ അല്ലേ? സുബിൻ സാർ പറഞ്ഞാലും മതി, എനിക്കത് കാണുന്നില്ല ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നു. ഇതില് കൂടുതലുള്ളത് CMA തന്നെയാണ്. അതിനുശേഷം പിന്നെ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, അപ്പോൾ NTPC. ഓക്കെ, മെസ്സേജുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാണാം. ഓക്കെ ഓക്കെ. ഈ CMA എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഇപ്പോൾ വിളിച്ചായിരുന്നു. ഞാൻ JE ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ മെക്കാനിക്കലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ CMAനെ ഇപ്പോൾ വിളിച്ച് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പം അവൻ വർക്ക് ചെയ്യുന്ന ലോക്കോ വർക്സിലാണ് ഇവിടെ ചെന്നൈ തന്നെ. പണ്ടൊക്കെ CMA കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ ഈ ലാബിൽ മാത്രമായിരുന്നു.
ഇപ്പോൾ ഡിപ്പോയിലും വരാൻ തുടങ്ങി. ഡിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സദേൺ റെയിൽവേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിവിഷനാണ് നമുക്ക് സദേൺ റെയിൽവേയിൽ. 6 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സേലം ഡിവിഷനുണ്ട്, മദ്രാസ് ഡിവിഷനുണ്ട്, ചെന്നൈ ഡിവിഷനുണ്ട്, ട്രിച്ചി ഉണ്ട്, പാലക്കാടുണ്ട്, മധുരയുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറെ 3 വർക്ക്ഷോപ്പുകളുണ്ട്. അതായത് GOC വർക്ക്ഷോപ്പ് ഉണ്ട്, ട്രിച്ചിയിലാണ് GOC വർക്ക്ഷോപ്പ്. പിന്നെ ഉള്ളത് കാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ്, അത് പേരമ്പൂരാണുള്ളത്. പിന്നെ ലോക്കോ വർക്സ്, അതും പേരമ്പൂരാണുള്ളത്. പിന്നെ ഡിപ്പോസ് മംഗലാപുരത്തുണ്ട്, മെമു ഷെഡ് കൊല്ലത്തുണ്ട്, ഇവിടെ ഷൊർണൂരുണ്ട്, പിന്നെ നമ്മുടെ പാലക്കാടുണ്ട് മെമു ഷെഡ്. ഇപ്പം പണ്ടൊക്കെ ഈ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ CMT ലാബിലായിരുന്നു, അതായത് ചെന്നൈയിൽ മാത്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു. പക്ഷെ ഇപ്പം ഈ CMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കേരളത്തിലോട്ട് വരാനും അതിനൊക്കെ പോസിബിലിറ്റി വളരെ കൂടിയിട്ടുണ്ട് എന്നാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ജെയിൻ്റെ അതേ ജെയിനെ പോലെ തന്നെ സെയിം സ്കെയിൽ ഓഫ് പേ ആണ്. അതായത് 35,400 ആണ് സ്റ്റാർട്ടിങ്. 35,400 എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 35,400 അല്ല കൈ കിട്ടുക. നമ്മൾ ട്രെയിനിങ്ങിലാകുമ്പോൾ തന്നെ 35,400ൻ്റെ കൂടെ നമുക്ക് DA കിട്ടും. DA എന്ന് പറഞ്ഞാൽ 58% ആണ് ഇപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 55-60 റേഞ്ചിൽ വരും നമുക്ക് വിത്തൗട്ട് HRA തന്നെ. HRA ഇപ്പോൾ നമ്മൾ 3 ക്ലാസ് ഓഫ് സിറ്റീസ് ഉണ്ട് നമുക്ക് ബേസിക്കലി, XYZ. എക്സ് ക്ലാസ്സിൽ 9% ആണ് HRA, Y ക്ലാസ്സിൽ 18 ആണ്, Z-ൽ 27%. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് 100 രൂപയാണ് നമ്മുടെ ബേസിക് പേ എങ്കിൽ നമ്മുടെ എന്താ പറയുക DA 60% കൂട്ടാം. HRA 20 ആണെങ്കിൽ 60ഉം 20 80 അപ്പം ഈ 80% കൂടെ 100ൻ്റെ കൂടെ കൂട്ടി 180 രൂപയായിരിക്കും കൈ കിട്ടുക. ഉദാഹരണത്തിന് ഇപ്പം 35,400 തുടങ്ങുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ 50% 60% DAൻ്റെ കൂടെ 20% HRA കൂട്ടിയാൽ കിട്ടുന്ന ഒരു 10-60-65 രൂപയോളം വരും. ഇതൊരു ചെറിയൊരു സംഖ്യയല്ല. ഒരു സ്റ്റാർട്ടിങ് സാലറിയെ സംബന്ധിച്ച് കേരള PSC ഒന്നും എന്തായാലും എനിക്ക് തോന്നുന്നു AE പോലും ഇത്രയും സാലറി ഇല്ല. കേരള PSCക്ക് ബേസിക് പേ കൂടുതലാണെങ്കിലും എത്ര 50 സംതിങ് ആണ് ബേസിക് പേ. പക്ഷെ അവരുടെ HRA ഒക്കെ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ് HRA. പിന്നെ DAയും വളരെ കുറവാണ്, 3%-ഓ 5% അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ സംസാരിച്ചിടത്തോളം റെയിൽവേയിൽ കിട്ടാവുന്ന നമുക്കൊരു കരിയറിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ കിട്ടാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ JE ആയാലും ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ആണെങ്കിലും കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഇതിനകത്തോട്ട് വരികയാണെങ്കിൽ, ഡീപ്പായിട്ട് വരികയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ സുബിൻ സാർ? ഇത് വോയിസും ക്ലിയർ ആണ്, പേജും വന്നല്ലോ അല്ലേ? ഓക്കെ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏജ് എനിക്ക് 18 to 36 ആണ്, ഇപ്രാവശ്യം 18 to 33 ആണ്. കുറഞ്ഞു തോന്നുന്നു. അത് കോവിഡിന്റെ ഒരു റിലാക്സേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, അപ്പം അത് കാരണമാണ്. പക്ഷെ സ്റ്റിൽ 18 to 33 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുവിധം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിൻഡോയിൽ വരുന്ന ആൾക്കാരാണ്. എത്ര നമ്മളൊരു പഠിത്തത്തിന്റെ ഏറ്റവും ഒരു അവസാനത്തെ എൻഡിൽ എത്തിയാൽ പോലും 18 to 33 വരും. പിന്നെ OBC +3 ആണ്. ഞാൻ അതിനകത്തോട്ട് വരാം. ഇതാ OBC 3 years ആണ്, പിന്നെ SC/ST 5 years ആണ്. എക്സ് സർവീസ് മാൻമാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള UR ആണെങ്കിലും OBC ആണെങ്കിലും എഴുതിയിട്ടുണ്ട്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 10 years ഉണ്ട്. അതിൽ തന്നെ OBC ആണെങ്കിൽ 13 years ഉണ്ട്. ഓക്കെ. അപ്പം ഏജ് ഇതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ JE ആയാലും ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് ആയാലും കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് ആയാലും ഈ ഒരു പേ നമുക്ക് ലെവൽ 6ലാണ് കിട്ടുന്നത് നമുക്ക്. അതായത് ഈ പേ കമ്മീഷൻ 2026 ജനുവരിയിൽ അടുത്ത പേ കമ്മീഷൻ വരും നമുക്ക്. പേ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 7th പേ കമ്മീഷനാണ് നമുക്ക് നടക്കുന്നത്. 6th പേ കമ്മീഷൻ 2016 വന്നത്. ആ സമയത്ത് മിനിമം ബേസിക് പേ എത്രയോ 7,000 അങ്ങനെ എന്തോ ആയിരുന്നു, വളരെ കുറവായിരുന്നു. അതാണ് 18,000 ആയിട്ട് ഉയർത്തിയത്. അത് ലെവൽ 1-നാണ്. ഓക്കെ. ഈ ലെവൽ 1ന്റെ ബേസിക് പേ ഇപ്പം 18,000 ആയിട്ടുണ്ട് 7th പേ കമ്മീഷൻ. ഇപ്പം 8th വരാൻ പോവാണ്, അത് 2026 വരും. ഇപ്പം ജോലിക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റെയിൽവേ ആണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇത്രയും വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ആക്ച്വലി നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹൈ ബൂസ്റ്റ് ആയിരിക്കും. ഇപ്പം 35,400 എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പേ കമ്മീഷൻ വെച്ചാണ് പറയുന്നത്. പേ ലെവൽ ഇൻ 7 CPC നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊരു
ഒരു ടേബിൾ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ടേബിളിനകത്ത് പേ ലെവൽ ഇൻ 7 CPC ആണ് കൊടുത്തത്, 35,400. ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ഇതിനകത്ത് ഇപ്പം റെയിൽവേന്റെ ഇന്റേണൽ സോഴ്സസിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവര് 8th പേ കമ്മീഷൻ വരുമ്പോൾ മിനിമം ഒരു 2.5 ടൈംസ് എങ്കിലും, അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്മെന്റ് ഫാക്ടർ അങ്ങനെ വരും. എങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഈ 35,400-നെക്കാട്ടും വളരെ അധികമായിരിക്കും സാലറി ഈ പുതിയ പേ കമ്മീഷൻ. അത് 2026 ജനുവരിയിലാണ് തുടങ്ങുക. എന്നാൽ പോലും ചിലപ്പോൾ അത് ഇതായി വരണമെങ്കിൽ 2027, എന്നാൽ പോലും അതിന്റെ സാലറി ഒക്കെ 2026 ജനുവരി മുതലായിരിക്കും എഫക്റ്റീവ് ആയിട്ട് വരിക. അതായത് റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഇംഗ്ലീഷ്, രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മലയാളം മീഡിയം ബേസ് ചെയ്ത് വന്ന ആൾക്കാർക്ക് കൂടുതലും കേരള PSCയിലും അല്ലെങ്കിൽ SSC പോലത്തെ എക്സാമുകളിലൊക്കെ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ഒന്നും സാധനമേ ഇല്ല. അപ്പം അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല, വേണ്ട ആർക്കും. പിന്നെ ഈ എക്സാം എന്തോ ഒരു എക്സാം പഠിച്ചാൽ മതി. ആക്ച്വലി കുറേ എക്സാം നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പം ഇതിന്റെ ലോക്കോ പൈലറ്റിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിന്റെ എക്സാം, പിന്നെ NTPCന്റെ എക്സാം, ഈ ജെയിന്റെ എക്സാം, ഇതിനൊക്കെ ടയർ 1 എല്ലാം സെയിം ആണ്. അതായത് ടയർ 1 ഒരു നമുക്ക് സുഖമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ടയർ 1. അതിനകത്ത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. നമ്മളെ 10 വരെയുള്ള ഫിസിക്സും കെമിസ്ട്രിയൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കുറച്ച്, അത് തന്നെ ഫോക്കസ് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കണ്ട. അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ മാത്സ് ഉണ്ട്. മാത്സ് ഒക്കെ വളരെ എലമെന്ററി മാത്സ് ആണ്, നമുക്ക് അധികം ടഫായിട്ടുള്ള കണക്കൊന്നും ചോദിക്കാൻ പോകുന്നില്ല. മാത്സും റീസണിങ്, ഏറ്റവും സിമ്പിൾ റീസൺ റെയിൽവേയിലാണ്. ഈ എനിക്ക് തോന്നുന്നു കേരള PSCനെക്കാട്ടും എത്രയോ വളരെ സിമ്പിളാണ് മാത്സും റീസണിങ്ങും റെയിൽവേയിൽ. പിന്നെ ഇത് അൾട്ടിമേറ്റ്ലി ക്വാളിഫയിങ് നേച്ചറാണ് ഈ CBT 1 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അപ്പം നമുക്ക് ഇതിനകത്ത് കടന്നുകൂടാൻ വളരെ എളുപ്പമായിട്ട് കടന്നുകൂടാൻ പറ്റിയ ഇതാണ്. അത് ഒരെണ്ണം പഠിച്ചാൽ തന്നെ എല്ലാ എക്സാമിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കുന്ന പോലെയാണ് ഇതിനകത്ത്. അപ്പം ഇനി നമുക്ക് അടുത്തത് ജസ്റ്റ് ഒരു ഇതിനെ കുറിച്ച് പറയാം. അതായത് ശരിക്കും ഈ കുറച്ച് JEE-നെ കുറിച്ച് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. അതായത് JEE ആക്ച്വലി നമുക്ക് CMAയിൽ നമ്മളെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ആണെങ്കിൽ, JEE ആക്ച്വലി നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BTech മതി. BTech വേണമെന്നൊരു നിർബന്ധമില്ല ഈ JEE എക്സാം എഴുതിയെടുക്കാൻ. അതായത് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഡിപ്ലോമയുള്ള ആൾക്കാർക്ക് BTech ഉള്ള ആൾക്കാരുടെ അതേപോലെ തന്നെ പ്രൊമോഷൻ പ്രോസ്പെക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ ഇതിനകത്ത്, അതായത് കളക്ടറിനെക്കാട്ടും മേലുള്ള ഒരു പോസ്റ്റ് ഉണ്ട് നമ്മളെ ഇതിനകത്ത്, റോളിംഗ് സ്റ്റോക്ക് എഞ്ചിനീയർ എന്ന്. പുള്ളി വെറും ഒരു BE ഡിപ്ലോമ ഗ്രാജുവേറ്റ് ആണ് പുള്ളി. അതിനകത്ത് പുള്ളി ടെക്നീഷ്യൻ ലെവലിലോട്ട് കയറിയിട്ട് പുള്ളി അവിടുന്ന് 3, 4, 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് JEE എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ JEE ആയി കയറി വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് JEE ആയിട്ട് വരാൻ പോവാണ് ഇതിനകത്ത്. ഞാൻ അല്ലാത്ത കേസും കൂടെ പറയാൻ. അതിനകത്ത് കയറിയിട്ട് അങ്ങനെ അവിടുന്ന് 5 കൊല്ലം JEE ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് ഡിവിഷൻ എഞ്ചിനീയർ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതൊരു ഗസറ്റഡ് പോസ്റ്റാണ്, അതിലോട്ട് വരാൻ പറ്റും. അതും കഴിഞ്ഞാൽ ഡിവിഷണൽ എഞ്ചിനീയർ, അത് അടുത്ത ലെവൽ ഓഫ് ഇതാണ്. പിന്നെ അതും കഴിഞ്ഞാൽ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ. ഈ പറഞ്ഞ ഈ ഡിപ്ലോമക്കാരൻ ആയിട്ടുള്ള എൻ്റെ സാറ്, പുള്ളി അതായത് ഈ സീനിയർ ഡിവിഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കളക്ടറിന് ഇക്വലൻ്റ് ആണ്. ആക്ച്വലി കളക്ടറിനെ ഇക്വലൻ്റ്, അയാളുടെക്കാട്ടും മേലെയാണ് ചീഫ് റോളിംഗ് സ്റ്റോക്ക് എഞ്ചിനീയർ. ആ ഒരു ലെവലിലാണ് ഇപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പം ഏറ്റവും പ്രൊമോഷൻ പ്രോസ്പെക്റ്റ് ഉള്ളൊരു സംഗതിയാണ് ഈ റെയിൽവേ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ BTech ഗ്രാജുവേറ്റ്സ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, നമുക്ക് UPSC നടത്തുന്ന എക്സാം. ഈ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ സെലക്ട് ചെയ്യുന്ന റെയിൽവേ ആണ്. കാരണം എന്താ വെച്ചാൽ റെയിൽവേക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചാൻസ് ഉള്ളത്. ഈ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോലെ അല്ല ഇപ്പോൾ ഈ JEE എക്സാം എന്ന് പറഞ്ഞാൽ ആന അമ്പാരി തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് വളരെ സിമ്പിൾ എക്സാമാണ്. നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു
ലാറ്ററൽ എൻട്രി വഴി കയറുന്ന ഒരു പോലെയാണ് ഈ ഒരു എക്സാം സത്യം പറഞ്ഞാൽ. നമുക്ക് അതായത് നമുക്കൊരു ഫസ്റ്റ് പ്രൊമോഷൻ തന്നെ ഇതിനകത്ത് വരുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ജെ ആയിട്ട് കയറുന്ന ഒരാൾക്ക് ഫസ്റ്റ് പ്രൊമോഷൻ വരുന്നത് അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മാനേജറോ, വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഡിവിഷനിലോ ഉള്ള അസിസ്റ്റന്റ്. അത് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഒരു അസിസ്റ്റന്റ് കളക്ടറിന്റെ സാലറിയാണ് അത്, അല്ലെങ്കിൽ ആ ഒരു പവറാണ്. ശരിക്കും പവർ വിത്തിൻ റെയിൽവേ അവരെക്കാട്ടും കൂടുതലുണ്ട്. നമുക്ക് എമർജൻസി കോട്ടേൻ്റെ ബെനിഫിറ്റുകളുണ്ട്. അതായത് നമുക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ. പിന്നെ നമ്മൾ ഇപ്പോൾ ജെ ആയിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് PTO എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. 2 ടൈപ്പ് ഓഫ് പാസ് ഉണ്ട് ജെ ആയിട്ട് നമുക്ക് കയറുമ്പോൾ. ഒന്ന് നമുക്ക് പ്രിവിലേജ് പാസ് എന്ന് പറയും. പ്രിവിലേജ് പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാൻ പറ്റും. അതായത് കന്യാകുമാരി മുതൽ നമുക്ക് ജമ്മു കാശ്മീർ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വരാനുള്ള ഒരു പാസ്സാണ് പ്രിവിലേജ് പാസ്. അത് എല്ലാം ഒറ്റയടിക്ക് വേണമെന്നില്ല, അത് ബ്രേക്ക് ജേണി വരെ കൊടുക്കാം. അതായത് ഇവിടുന്ന് ജയ്പൂർ വരെ പോവാം, ഒരു ദിവസം അവിടെ നിൽക്കാം. അടുത്ത ദിവസം ജയ്പൂരിൽ നിന്ന് ഡൽഹി വരെ പോവാം, ഒരു ദിവസം അവിടെ നിൽക്കാം. ഡൽഹി ടു കന്യാകുമാരി അല്ല ഇവിടെ കാശ്മീർ വരെ പോവാം, അവിടെ നിൽക്കാം. അങ്ങനെ ബ്രേക്ക് ആയിട്ട് വരെ ജേണി കൊടുത്തിട്ട് തിരിച്ച്, അതാണ് പ്രിവിലേജ് പാസ്. അങ്ങനെ ഒരു പാസ് ഉണ്ട്, നമുക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം. പിന്നെ 8 PTO ഉണ്ട്. നമുക്ക് 8 PTO ഉണ്ട്. പ്രിവിലേജ് ടിക്കറ്റ് ഓർഡർ എന്ന് പറയും, PTO. അതായത് സെക്കൻഡ് AC 1500 രൂപയാണെങ്കിൽ ഈ PTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 കൊടുത്താൽ മതി നമുക്ക്. അതായത് 500 രൂപ കൊടുത്താൽ അങ്ങനെ 8 പ്രാവശ്യം യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ സാധാരണഗതിയിൽ ആരും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാറില്ല. പക്ഷെ എന്നാൽ പോലും റെയിൽവേ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ സാറിനൊന്നും പറയാറില്ല. കാരണം അതാണ് റെയിൽവേ ജോബിന്റെ ഒരു സ്റ്റാറ്റസും വിലയും. അല്ലെങ്കിൽ ഒരു എംപ്ലോയി വേറൊരു എംപ്ലോയിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ആവശ്യമായിട്ടുള്ളൊരു സർവീസാണ് റെയിൽവേ. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആണെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ പോയ റെയിൽവേ എംപ്ലോയി ആണെന്ന് പറഞ്ഞാൽ പോലും എന്നെ ചിലപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ആ സമയം. അപ്പം റെയിൽവേ എംപ്ലോയിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടമാനുണ്ട്. പിന്നെ സ്റ്റുഡൻസിനുള്ള, നമുക്കിപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാൾക്കാണെന്നെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് 2 കുട്ടികൾക്ക് വരെ ഇപ്പം എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. അതായത് 2 കുട്ടികളാണെങ്കിൽ 2 കുട്ടികൾക്കും കൂടെ ഒരു വർഷം 66,000 രൂപ നമുക്ക് കിട്ടുന്നു. ഈ പറഞ്ഞ അലവൻസിന് പുറമേ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ പ്രൈവറ്റ് ജോബിൽ നമ്മൾ ഈ CTC എന്ന് പറയാറുണ്ട്, കോസ്റ്റ് കമ്പനി എന്ന് പറയും. CTC എനിക്ക് 10 lakh CTC ഉണ്ട്, എനിക്ക് 12 lakh CTC ഉണ്ട്, എനിക്ക് 5 lakh CTC ഉണ്ട്. കോസ്റ്റ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കോസ്റ്റ് കമ്പനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 10 ലക്ഷം രൂപേൻ്റെ അല്ലെങ്കിൽ 7, 8, 9 ലക്ഷം രൂപേൻ്റെ CTC ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ അലവൻസ്, അതായത് റെയിൽവേയിലെ എല്ലാ ഹെൽത്ത് യൂണിറ്റുകളും റെയിൽവേയിലുണ്ട്. എല്ലാ സ്റ്റേഷനിലുണ്ട്, മേജർ സ്റ്റേഷൻ എല്ലാത്തിലുണ്ട്. പിന്നെ നമുക്ക് ഈ ചെന്നൈയിലാണ് മെയിൻ ഹോസ്പിറ്റൽ, പേരമ്പൂർ. അവിടെ നമുക്ക് എന്ത് സർജറിയോ അല്ലെങ്കിൽ സ്കാനിങ്ങോ അവർക്ക് അവിടെ എക്യുപ്മെൻ്റ് ഇല്ലെങ്കിൽ അലൈഡായിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ഇവരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ്ങോ MRIയോ എന്തും നമുക്കത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാവുന്നതാണ്, ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ബെനിഫിറ്റ്. പിന്നെ റെയിൽവേയിൽ വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ കൂടെ ഇപ്പം യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്നുണ്ട്. ഓൾഡ് പെൻഷൻ അല്ല ഞാൻ പറയുന്നത്, പെൻഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ യൂണിഫൈഡ് പെൻഷൻ സ്കീം UPS എന്ന് പറയും. UPS എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗ്യാരണ്ടീഡ് പെൻഷനാണ്, സിമിലർ ടു ഓൾഡ് പെൻഷൻ സ്കീം. അതായത് ഓൾഡ് പെൻഷൻ സ്കീമിനെ പോലെ തന്നെയാണ്, പക്ഷേ ന്യൂ പെൻഷൻ സ്കീമിൻ്റെ റിസ്കുകളൊന്നുമില്ല. ഷെയർ മാർക്കറ്റായിട്ട് ലിങ്ക്ഡ് അല്ല നമ്മുടെ ലാസ്റ്റ് പെൻഷൻ. അപ്പോൾ അതുപോലും റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ജോബിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേക്കൻസീസ് ഉണ്ടാകാൻ പോകുന്നത്. പഠിക്കാനും വളരെ എളുപ്പമായിട്ട് പഠിക്കാനും പറ്റും. ഈ പറഞ്ഞ പോലെ വർക്ക് ആണെങ്കിലും വർക്ക് വൈസ് ഞാൻ പറയാം കുറച്ച്. വർക്ക് വൈസ് CMAൻ്റെ ഫസ്റ്റ് CMA പറയാം. CMAനകത്ത് ഒരു ടെൻഷനും ഇല്ലാത്ത ജോലിയാണ് ഒന്നാമത്തെ CMA. ഞാൻ ട്രെയിനിങ്ങിന് CMT ലാബിൽ പോയപ്പം, ഇവിടെ പേരമ്പൂർ കാരജൻ വർക്സിൽ ഇവിടെ പോയപ്പം വളരെ സുഖമായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരായിരുന്നു. ഇത്രയും സുഖമായിട്ടുള്ള ജോലി വേറെ ഇല്ല. അതായത് നമുക്ക് റെസ്പോൺസിബിലിറ്റി വളരെ കുറവാണ്. ചെയ്യുന്ന ജോലികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേൻ്റെ ഡയറക്റ്റ് റണ്ണിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയില്ല.
റെയിൽവേന്റെ ഡയറക്റ്റ് ആയിട്ട് റണ്ണിങ് ആയിട്ട് ബന്ധപ്പെട്ട ജോലി വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ഇത് വരുന്നത്. അതിനകത്തൊരു എന്താ പറയുക, നമുക്ക് ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും വരുന്നു. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ നമ്മൾ അവിടെ ലാബിൽ രാവിലെ 9:30 വരുന്നു, എന്നിട്ട് കുറേ ആൾക്കാർ കൂട്ടും കൂടി ഒരു 9:15 ചായ കുടിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിനൊക്കെ വന്നിരിക്കുമ്പോൾ ഇവരിങ്ങനെ അപ്പുറത്ത് ചായ കുടിച്ചിരിക്കുന്നു. പിന്നെ അപ്പം ഈ റെയിൽവേന്ന് തന്നെ വന്നിട്ടുള്ള എന്താ പറയുന്നത്, ഫെയിൽഡ് ആയിട്ടുള്ള കോമ്പണൻസിൻ്റെയും അല്ലെങ്കിൽ ഈ പെയിന്റ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും, അതായത് ഒരു ഭയങ്കര ടൈം ലൈൻ ഇല്ലാത്ത സംഗതികളാണ് എല്ലാം വരുന്ന വർക്കുകളൊക്കെ. അല്ലെങ്കിൽ NDT, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഇല്ല, ഈ മറ്റേ റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്, അതിനൊക്കെ എക്യുപ്മെന്റ് ഉണ്ടാവും. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ്, ഈ എച്ചിങ്, അല്ലെങ്കിൽ അതിനൊക്കെ ട്രെയിനിങ് അവർ തരും അവിടുന്ന്. നിങ്ങളുടെ ഈ ഇത് വെച്ചിട്ട് അവർ തരും. പിന്നെ ലാബിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഈ പറഞ്ഞ ഈ വെറ്റിംഗ് ടൈം, അല്ലെങ്കിൽ പെയിന്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്, ഈ ഫെയിലിയർ അനാലിസിസ്, ഒരു സാധനം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പൊട്ടിപ്പോയത്. ഇപ്പോൾ BSc ഫിസിക്സ് ഒക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡക്റ്റൈൽ ഫ്രാക്ചർ ആണോ ബ്രിട്ടിൽ ഫ്രാക്ചർ ആണോ, എനിക്ക് തോന്നുന്നു ഈ മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്കും കുറച്ച് പറയാൻ പറ്റും, അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനത്തെ അതായത് നമുക്ക് ഒരു റിപ്പോർട്ട് മേക്കിംഗ് ജോബാണത് ബേസിക്കലി. അത് കിട്ടാൻ സ്പൗസ് ബേസിസിലൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ വിളിച്ചു വെച്ച ആളുടെ വൈഫും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പം ഇതിനകത്തുള്ള ഈ ഇതിനകത്ത് CMA-നകത്തുള്ള പ്രൊമോഷൻ പ്രോസ്പെക്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, CMA ഫസ്റ്റ് വരുന്നത് 35,400 ബേസിക് പേ. നമ്മൾക്ക് ഇതിനകത്ത് ഫസ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. 35,400 ബേസിക് പേനകത്ത് നിന്ന് പിന്നെ അടുത്ത് ഒറ്റയടിക്ക് ജമ്പ് ചെയ്യുന്ന 44,900 ആയിട്ടാണ്. അതായത് CMS എന്ന സൂപ്പർവൈസറി കാഡർ, കെമിക്കൽ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, അത് 44,900 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ഒരു 91 lakh റേഞ്ചിലാണ് നമുക്ക് ഇപ്പം ഈ ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോഴത്തെ 7th പേ കമ്മീഷനിൽ നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ACMT എന്ന് പറയും, നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രൊമോഷൻ. നമ്മൾ അസിസ്റ്റന്റ് കളക്ടർ ഇക്വലന്റ് ആയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ CMT എന്ന് പറഞ്ഞാൽ അതാണ് ടോപ്പ് പോസ്റ്റ് ഇവർക്കുള്ളത്. അപ്പം അതാണ് ഈ ബെനിഫിറ്റ്സിൻ്റെയും അല്ലെങ്കിൽ CMA എന്താണ്, CMA എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് പോസ്റ്റിംഗ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ. പിന്നെ ഈ വർക്ക്ഷോപ്സിലൊക്കെ ആണെങ്കിൽ സാറ്റർഡേ എല്ലാ പ്രാവശ്യം മിക്കവാറും സാറ്റർഡേ ഹാഫ് പോകേണ്ടി വരും. സാധാരണ അല്ലാത്ത കേസിലൊക്കെ ഓപ്പൺ ലൈൻ ആണെങ്കിൽ സാറ്റർഡേ ഒക്കെ വർക്കിംഗ് ആയിരിക്കും. ഇവിടെ ഹാഫ് പോകേണ്ടി വരും. പിന്നെ ഈ സൺഡേ ലീവ് ആയിരിക്കും. മറ്റേ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇവർക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ വർക്ക്ഷോപ്സിൽ. പിന്നെ ഈ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CMA ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലീവ് എടുക്കുന്നതിനൊക്കെ കുറച്ച് സുഖമാണ്. അത്ര ഒരു ടൈറ്റ് ആയിരിക്കില്ല. അതിന് ഈ ജെയിൻ്റെ തന്നെ പല കാറ്റഗറിക്കകത്തും പല രീതിയിലാണ്. ഇപ്പോൾ ജെയിൽ ഇപ്പോൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ CMA പോലത്തെയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ കുറേ പോസ്റ്റുകളുണ്ട്. നമുക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഉണ്ട്, കാരേജ് ആൻഡ് വാഗൺ ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, പിന്നെ എന്താ പറയുന്നത് പറഞ്ഞ പോലെ ഓപ്പൺ ലൈനിലെ വേറെയും പോസ്റ്റുകളുണ്ട്, പവർ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, കുറച്ച് പോസ്റ്റുകൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ R&D ആണ്, കെമിക്കൽ സൂപ്പർവൈസർ CMA R&Dയിലാണ് പറയുന്നത്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ ഇലക്ട്രിക്കലിൽ തന്നെ എന്തോരം പോസ്റ്റുകളുണ്ട് നമുക്ക്. ജനറൽ സർവീസ്, ജൂനിയർ എഞ്ചിനീയർ. ഇപ്പോൾ കുറച്ച് ഞാൻ BTech-ഉം ഡിപ്ലോമയും കുറിച്ച് പറയാം. സുബിൻ സാർ, CMA-നെ കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും പറയണ്ടുണ്ടോ? ആരുടെ എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാമോ? ഓക്കെ, അവസാനം അവര് ചോദ്യങ്ങൾ ചോദിച്ചോളും, ഇല്ലെങ്കിൽ ആണോ? അത് കണ്ടിന്യൂ ചെയ്യാം. അഥവാ ക്ലിയർ അവര് പറഞ്ഞൊക്കെ ക്ലിയർ ആയിട്ട് ഓഡിബിൾ ആയിരുന്നല്ലോ അല്ലേ? അത് ഓഡിയബിൾ ആയിരുന്നു. സ്ക്രീനും ഇത് ഓഡിയബിൾ ആണ്. ഫാസ്റ്റ് ആവുന്നുണ്ടോ കുറച്ച്? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത് ഞാൻ ജസ്റ്റ് ജെഇക്കകത്ത് ഇതിനകത്ത് ഏതൊക്കെ പോസ്റ്റുകളാണുള്ളതെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ CMA കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജെഇക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം ജെഇക്കകത്ത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ,
ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്നൊരു പോസ്റ്റ് ഉണ്ട്. സീരിയൽ നമ്പർ 10 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എന്ന പോസ്റ്റ് ഉണ്ട്. പിന്നെ മേലെ എഞ്ചിനീയറിംഗിൽ ജനറൽ സർവീസസ്. ഇങ്ങനത്തെ പോസ്റ്റുകൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ ഇത് അലോട്ട്മെന്റ് വരുമ്പോൾ നമ്മൾ ഏതാണോ ആദ്യം കൊടുത്തത് അതാണ് വരാൻ പോകുന്നത്. നമുക്കത് ആൾക്കാരെ അറിയാതെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ചിലപ്പോൾ TRDക്ക് ആയിരിക്കും. ഇതിനകത്ത് സീരിയൽ നമ്പർ 7 TRD ഉണ്ട്. ഈ TRD ഒന്നും ഒരു കാരണവശാലും ആദ്യം വെക്കാൻ പാടില്ല. കാരണം അത് ട്രാക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. മിക്കവാറും എല്ലാ ടൈമിലും പുറത്തായിരിക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ വെക്കേണ്ട സാധനമാണ് TRD. ഡിസൈൻ ഡ്രോയിങ് ആദ്യം വെക്കുക. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ ട്യൂബ് മാറ്റുക, ഫാൻ കേടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് തെളിയാതിരിക്കുക, ചാർജിങ് സോക്കറ്റ് വർക്ക് ചെയ്യാതിരിക്കുക. ഇതൊന്നും തലപോണ കേസൊന്നുമല്ല. അപ്പം ഇത് ആൾക്കാരെ അടുത്ത് കൊടുക്കാൻ പോകുന്നത് ജനറൽ സർവീസാണ്. അങ്ങനെ ഇപ്പം സിവിലിനെ മെക്കാനിക്കലിനെ എടുത്തിട്ട് പറയുകയാണെങ്കിൽ സീരിയൽ നമ്പർ 16 കൊടുത്താൽ മെക്കാനിക്കൽ CNW ഉണ്ട്. ഇതിനകത്ത് CNW കാരേജ് ആൻഡ് വാഗൺ CNW ആണ്. ഇതൊരു ഓപ്പൺ ലൈൻ പോസ്റ്റാണ്. ഓപ്പൺ ലൈൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിനടുത്ത് കിട്ടാനുള്ളൊരു ഗുണമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമ്മുടെ ഈ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മേജർ സ്റ്റേഷൻ്റെ അടുത്തും ഒരു CNW SSC ഉണ്ടാവും. ഷൊർണൂരുണ്ട്, കോഴിക്കോടുണ്ട്, മംഗലാപുരമുണ്ട്, കണ്ണൂരുണ്ട്. ഈ ഞാൻ കുറച്ച് മലബാർ സൈഡിലോട്ട് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് പറഞ്ഞാൽ. അതേപോലെ തന്നെ തൃശ്ശൂരുണ്ട്, പിന്നെ എറണാകുളം ഉണ്ട്. ഈ എറണാകുളത്തിനിടയിൽ എനിക്ക് തോന്നുന്നു അങ്കമാലി ഉണ്ടെന്ന് തോന്നുന്നു, ആലുവയിലുണ്ട്. അപ്പം മേജർ സ്റ്റേഷനിലൊക്കെ പോസ്റ്റ് കിട്ടാണ്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഒക്കെ ഡിവിഷനുകളിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സദൺ റെയിൽവേയിൽ ആകെ 6 ഡിവിഷനാണുള്ളത്. 6 ഡിവിഷനകത്ത് ഈ 6 ഡിവിഷനിലാണ് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പോസ്റ്റുകളുള്ളത്. പാലക്കാടും ട്രിവാൻഡ്രം ഉണ്ട് ഡിവിഷനായിട്ട്. അപ്പം അവിടെയും കിട്ടും. പിന്നെ ഉള്ളത് ചെന്നൈയിലാണ് കൂടുതൽ പോസ്റ്റുകൾ. അപ്പം ഓരോന്നിനും ഓരോ പ്ലസിൻ്റെയും മൈനസും ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഡീസൽ ഷെഡിലെ പോസ്റ്റ്, അതും അധികം വർക്കില്ലാത്ത പോസ്റ്റാണ്. എറണാകുളത്ത് ഒരു ഡീസൽ ഷെഡ് ഉണ്ട്, നമുക്ക് ട്രിച്ചിയിലൊരു ഡീസൽ ഷെഡ് ഉണ്ട്. ഈ 2 ഡീസൽ ഷെഡാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ 2 സ്ഥലത്താണ് ഈ ഡീസൽ ഷെഡ് കൊടുത്താൽ നമുക്ക് പോസ്റ്റിംഗ് കിട്ടാൻ ചാൻസ്. അതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പർ 20. പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ICF ഉണ്ട് നമുക്ക് ചെന്നൈയിൽ, അതായത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. ICF ഇതിനകത്താണ് നമുക്ക് കിട്ടുക. വേറെ R&D ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ എളുപ്പമുള്ള ജോബാണ്. പിന്നെ ഈ പറയുന്നത് CMT, കെമിക്കൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വിത്ത് മിനിമം 45% മാർക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഇതിൻ്റെ ഇത് പറയുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ. ഡീസൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലുകാരൻ മാത്രമല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, മെക്കാനിക്കലുകാരനും പറ്റും. അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുത്തതിന് മെക്കാനിക്കൽ കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇലക്ട്രിക്കൽ പഠിച്ച ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ്. ഡിപ്ലോമ ആയാലും ബിടെക് ആയാലും ഇലക്ട്രിക്കൽ പഠിച്ച ആൾക്കാർക്ക് ഒരുവിധം എല്ലാ മെക്കാനിക്കൽ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക്സിന്റെ പോസ്റ്റുകളിലും കുറേ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക്കലിൻ്റെതായിട്ടുള്ള പോസ്റ്റുകളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. മെക്കാനിക്കലുകാരന് കൂടുതലും മെക്കാനിക്കൽ പോസ്റ്റാണ് പറ്റുന്നത്. അതേപോലെ തന്നെ SND എന്ന് പറഞ്ഞാൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്, അത് വേറൊരു ബ്രാഞ്ചാണ്. പിന്നെ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്. ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിനകത്ത് അവർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ. DMSനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കുറച്ച് സുഖമുള്ള പോസ്റ്റാണ്. ഈ പറഞ്ഞ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അത് നമുക്ക് അതിനകത്ത് ഏത് ഇതായാലും മതി, ഇന്ന ഡിസിപ്ലിൻ വേണമെന്നില്ല, ഏത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്, DMS. അതായത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ CMA പോലെ തന്നെ ഉള്ളൊരു ജോബാണ്. അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങോ അല്ലെങ്കിൽ R&Dയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സിൽ കിട്ടുന്ന പോസ്റ്റുകളെല്ലാം ജയിക്കും കുറച്ചധികം. ഡീസൽ ഷെഡ്, വർക്ക്ഷോപ്പ്, ഡിസൈൻ ആൻഡ് ഡ്രോയിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, R&D, ഇതേപോലൊരു കാറ്റഗറിയാണ് ഈ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിനുള്ളത്. അതായത് അവരുടെ വർക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അവർക്കും ഉള്ള പ്രൊമോഷൻ പ്രോസ്പെക്റ്റ് വളരെ ഹൈ ആണ്. ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടായിരുന്ന ഒരാളാണ്
സേലം ഡിവിഷനിലെ അഡീഷണൽ റെയിൽവേ മാനേജർ ആയിരുന്നു. അതായത് DMS ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ CMS ആയി. ഈ SSC സീനിയർ സെക്ഷൻ JE കഴിഞ്ഞാൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആവുന്ന പോലെ തന്നെ DMS കഴിഞ്ഞാൽ CMS ആവും. അങ്ങനെ അങ്ങനെ കയറിപ്പോവും. പിന്നെ AMM ആവും, അസിസ്റ്റന്റ് മെറ്റീരിയൽ മാനേജർ ആവും. പിന്നെ സീനിയർ മെറ്റീരിയൽ മാനേജർ ആവും. അങ്ങനെ അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ അങ്ങനെ കയറി കയറി പോകും. പ്രൊമോഷൻ പ്രോസ്പെക്ട് DMSനും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ പോസ്റ്റുകൾ വിളിക്കാൻ ചാൻസ് JEക്കാണ്, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിനാണ്. പിന്നെ CMAക്കാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഈ ക്വാളിഫിക്കേഷനും അധികം പേർക്ക് ഉണ്ടാവില്ലല്ലോ. ഈ കുറേ ആയി വിളിച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പം ഈ പോസ്റ്റുകൾ ഇത്തവണ ഉണ്ടാവേണ്ടതാണ്. ഇതാണ് ഒരു രത്നച്ചുരുക്കം റെയിൽവേന്റെ ഇത് വർക്കിങ്ങും അല്ലെങ്കിൽ ഇത്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യും. സുബിൻ സാർ. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. നിതിൻ സാർ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് CMAനെ കുറിച്ചോ പ്രത്യേകിച്ച് എനിക്ക് വന്ന ഫിസിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുമോ? ചാറ്റ് ഉണ്ട് അല്ലേ? ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ചോദിക്കാട്ടോ. അതാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നതാണ്. അതായത് ഏത് സോൺ അപ്ലൈ ചെയ്യണം? നല്ല ക്വസ്റ്റ്യനാ. ഏത് സോൺ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആക്ച്വലി നമ്മളെവിടെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടണം. അതായത് എത്ര സോൺ ഉണ്ട്? 17 സോൺ ഉണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ. അതിൽ നമുക്കിപ്പം പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയത് ഒന്ന് സദേൺ റെയിൽവേ ഒരു സോണാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഒരു സോണാണ്. ഈ 2 സോണാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. നമുക്ക് അടുത്തുള്ള ഇത് CNT. ഞാൻ വരാം. ആദ്യം ഈ സോണിനകത്ത് വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ സോണിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് RRBസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. RRB ട്രിവാൻഡ്രം ഉണ്ട്, RRB ചെന്നൈ ഉണ്ട്, ഓക്കെ, RRB ബാംഗ്ലൂർ ഉണ്ട്. RRB ബാംഗ്ലൂരാണ് നമുക്ക് സൗത്ത് വെസ്റ്റേൺ റെയിൽവേനകത്ത് വരുന്നത്. ഓക്കെ, RRB ബാംഗ്ലൂർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷനകത്ത് തന്നെ ഓരോ പോസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോ റെയിൽവേയിൽ എത്ര പോസ്റ്റുകൾ ഉണ്ടെന്ന് അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ നോട്ടിഫിക്കേഷൻ ഞാൻ എക്സാമ്പിൾ അതിനകത്ത് എടുത്ത് കാണിച്ചു. ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് CMT ആണോ ഉദ്ദേശിച്ചത്? CNT എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതാ, ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് കാണിച്ചതാണ്. വേക്കൻസി ടേബിൾ കാണാൻ പറ്റുന്നുണ്ടോ സുബിൻ സാർ? അതെ, കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ട്, എല്ലാം ക്ലിയർ ആണ്. വേക്കൻസി ടേബിളിനകത്ത് RRB വൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, റെയിൽവേ പ്രൊഡക്ഷൻ യൂണിറ്റ് വൈസ്, പോസ്റ്റ് വൈസ് വേക്കൻസീസ്. ഇങ്ങനെ ഒരു അനക്സർ നമ്മളെ നോട്ടിഫിക്കേഷനകത്ത് വരും. ഇതിനകത്ത് ഇപ്പം RRB അഹമ്മദാബാദാണ് കാണുന്നത്. അപ്പം നമ്മളതിനകത്ത് അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അടിയിൽ RRB ചെന്നൈ. RRB ചെന്നൈക്കകത്ത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജനറൽ സർവീസിന് UR, അതായത് ഓപ്പൺ കാറ്റഗറിക്ക് എത്ര പോസ്റ്റ് ഉണ്ട്? 15 അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അപ്പോൾ അടുത്ത് നമുക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് ആദ്യം നോക്കാം. നമുക്ക് ഏത് പോസ്റ്റാണ് നമുക്ക് വേണ്ടത് നോക്കിയിട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സദേൺ റെയിൽവേയിൽ ഈ പറഞ്ഞ പോലെ RRB ചെന്നൈയിൽ ഈ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എത്ര പോസ്റ്റ് ഉണ്ടെന്ന് നോക്കുക. RRB ചെന്നൈയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. എനിക്ക് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണ് വേണ്ടെങ്കിൽ ഞാൻ ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ഞാൻ പറഞ്ഞത്. അതായത് ഫസ്റ്റ് തന്നെ സദേൺ റെയിൽവേയിൽ എത്ര പോസ്റ്റ് ഉണ്ട് നോക്കുമ്പോൾ UR 2 പോസ്റ്റാണുള്ളത്. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് R&Dക്കകത്ത് ICF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലിമിറ്റഡ് ചാൻസുകൾ നമുക്ക് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ. അപ്പം ICFിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാം ഇതും. ICF എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലാണ്. അത് 8 പോസ്റ്റാണ് കാണിക്കുന്നത്. പിന്നെ സദേൺ റെയിൽവേയിൽ 2 പോസ്റ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് എന്തായാലും ഓപ്ഷൻ വെക്കാൻ പോകുന്നത് ഫസ്റ്റ് സദേൺ റെയിൽവേയിലുള്ള ഈ 2 പോസ്റ്റാണ്. പിന്നെ താഴെ കണ്ടു കഴിഞ്ഞാൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ICF 2, എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കലിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ SR വെക്കും, പിന്നെ ICF വെക്കും. ഞാൻ RRB ചെന്നൈയാണ് എടുക്കുന്നത്. ഇതേ സാധനം SWR വേറെ ആയിരിക്കും, അതായത് RRB ബാംഗ്ലൂർ വേറെ ആയിരിക്കും. ബാംഗ്ലൂർ ഞാൻ കാണിച്ചു തരാം.
RRB ട്രിവാൻഡ്രം ഉണ്ട് കണ്ടോ. RRB ട്രിവാൻഡ്രത്തിനകത്ത് ചിലപ്പോൾ മെക്കാനിക്കലിന്റെ പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. ചുമ്മാ ട്രിവാൻഡ്രത്ത് വേക്കൻസി കുറവായിരിക്കും ബേസിക്കലി, അതാണ് ചെറിയൊരു റിക്രൂട്ട്മെന്റ് ഇതാണ് അത്. പക്ഷെ ട്രിവാൻഡ്രത്ത് നമ്മൾ എഴുതിയാലും ട്രിവാൻഡ്രം കിട്ടണം നിർബന്ധമൊന്നുമില്ല, ചെന്നൈയിൽ ചിലപ്പോൾ കൊണ്ടുപോയിടും. എൻ്റെ കുറേ ഫ്രണ്ട്സിന് അങ്ങനെ കിട്ടിയില്ല. അതുകൊണ്ട് RRB ചെന്നൈയോ അല്ലെ RRB ബാംഗ്ലൂർ എഴുതുന്നതാണ് ബെറ്റർ. RRB ബാംഗ്ലൂരും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാംഗ്ലൂർ RRB ബാംഗ്ലൂരിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ RWF എന്ന് പറഞ്ഞാൽ റെയിൽ വീൽ ഫാക്ടറിയാണ്. അത് ഈ ഒരു ICF പോലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പോലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. അപ്പം അതിൽ 4 വേക്കൻസി കാണിക്കുന്നുണ്ട്. പിന്നെ ജനറൽ സർവീസിന് SWR 3 വേക്കൻസി. പിന്നെ മെക്കാനിക്കലിൽ വേക്കൻസി എന്നാ നോക്കട്ടെ. പിന്നെ മെക്കാനിക്കലിനകത്ത് ഡിസൈൻ ആൻഡ് ഡ്രോയിങ് RWF 2 വേക്കൻസി, പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്ക്ഷോപ്പിൽ 16 വേക്കൻസി, വെറും ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിൽ 1 വേക്കൻസി. ഞാൻ UR ആട്ടോ പറയുന്നതെല്ലാം. അപ്പൊ ഇതിന് നമുക്ക് എവിടെ നമ്മുടെ ജോബ് വേണം ശരിക്കും ഇമ്പോർട്ടൻറ്റ്. ഇത് ശരിക്കും ഇതിന് വേറെ തന്നെ ഒരു ഇത് വെക്കുന്ന അത്രയും വിപുലമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സംഗതി, പ്രിഫറൻസ്. കാരണം ഓരോ പോസ്റ്റ് എവിടെയാണ് പോസ്റ്റിംഗ് വരിക എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫറബിൾ ജോബാണോ അല്ലേ എന്നൊക്കെ അറിയണം നമുക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു എക്സ്പ്ലെയിൻ CMT ആണോ ഉദ്ദേശിച്ചത്? റുപ്സ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. CMT ഓക്കെ. CMT എന്ന് പറഞ്ഞാൽ അതൊരു ഹെഡാണ് ആക്ച്വലി, ചീഫ് മെറ്റലർജിസ്റ്റ് എന്ന് പറയും. പുള്ളീൻ്റെ അടിയിലാണ് ഈ കെമിക്കൽ ആൻഡ് മെറ്റലർജിൻ്റെ എല്ലാ ഇതും നടക്കുന്നത്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൽവേൻ്റെ ടെസ്റ്റിങ്, അല്ലെങ്കിൽ ഫെയിലിയർ അനാലിസിസിൻ്റെ, അല്ലെങ്കിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിൻ്റെ എല്ലാം പുള്ളിയാണ് ഹെഡ് ഇതിനകത്ത്. അതാണ് CMT. CMT എന്ന് പറഞ്ഞാൽ CMA എന്നുള്ളൊരു പ്രൊമോഷൻ ആണ് CMT, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്. പിന്നെ CMS വരും, അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ വരും. അത് കഴിഞ്ഞാൽ ACM ഇത് വരും, ACMT വരും, അസിസ്റ്റന്റ് കളക്ടറിന്റെ പോസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞാലാണ് CMT വരുന്നത്. അതാണ് CMT. ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ഇതാണ് ചെറിയൊരു രത്നചുരുക്കം തന്നേ ഉള്ളൂ ഞാൻ. സുബിൻ സാർ. ഓക്കെ, അതായത് ഈ ഒരു ക്ലാസ്സിൽ കുറെ പേര് റെക്കോർഡിംഗ് കാണാനുണ്ടാവും. തീർച്ചയായിട്ടും അവർക്ക് റെക്കോർഡിംഗ് അയക്കാം. ഇപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. നമുക്ക് മറ്റൊരു സെഷനും അടുത്ത ആഴ്ച നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതായത് ഇതിന്റെ കുറച്ച് വർക്കൗട്ട് സെഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വളരെ വ്യക്തമായിട്ട് റെയിൽവേയുടെ ബെനിഫിറ്റ്സ് എന്ത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സാർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഓരോ പോസ്റ്റിന്റെ അതിന്റെ ക്വാളിഫിക്കേഷൻ, അതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ, പ്രത്യേകിച്ച് CMR പോസ്റ്റിൽ എന്തൊക്കെയാണ് അതിൽ വേണ്ട യോഗ്യതകൾ. പിന്നെ അതിൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ ഇത്രയും കളക്ടർ അല്ലെ അതിന്റെ മുന്നിലേക്കുള്ള പോസ്റ്റിലേക്ക് എത്താൻ പറ്റും, അതിൽ നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നുള്ളതും, പേയ്മെന്റിനുള്ള കാര്യങ്ങളും. കാരണം ഇപ്പോൾ 8th പേ കമ്മീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഇതിന്റെ ഒരു പേ സ്കെയിലും കാര്യങ്ങളൊക്കെ വളരെ വലിയൊരു ചേഞ്ച് വരും. അപ്പൊ ഒരു കേരള PSC എഴുതുന്നതിലും എളുപ്പത്തിൽ എഴുതിയെടുക്കാവുന്ന പരീക്ഷയാണ് റെയിൽവേ. ആഡ് ചെയ്യാനുള്ളത്, കേരള PSCയിൽ ഇപ്പൊ നമ്മള് ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പേ സ്കെയിലിന്റെ തൊട്ട് താഴെ വരും ഇപ്പൊ കയറാൻ പോകുന്നത്. ബാക്കി ഏത് ഗസറ്റഡ് പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി ലെവൽ പോസ്റ്റിനെക്കാട്ടൊക്കെ എത്രയോ കൂടുതൽ സാലറിയാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. CMA ആയാലും JE ആയാലും DMS ആയാലും സാലറി വൈസ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് എന്തായാലും വളരെ വളരെ എത്രയോ മേലെയാണ്. പിന്നെ ഇതേപോലെ പിടിച്ചു വെക്കൂല, ഇങ്ങനെ DA അങ്ങനെയൊന്നും അരിയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സാലറിക്ക് ഇങ്ങനെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പോലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ എക്സ്പീരിയൻസ് പറഞ്ഞത്. ഓക്കെ, അതായത് സാർ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. കാരണം
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരള PSC നിങ്ങൾ നോക്കണേ കമ്പനി ബോർഡ് വന്നിട്ടുണ്ട്, അതേപോലെ അപ്പുറത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകളൊക്കെ വിളിക്കുമെന്ന് പറയുന്നു, ഡിഗ്രി ലെവലുള്ള യോഗ്യതയുള്ള. എന്നാൽ അവിടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്നുള്ളത് 39,300 ആണ്, 40,000 രൂപ മാത്രമാണ്. അതിന്റെ മുകളിൽ ബേസിക്കും മറ്റും കൂടുതൽ കിട്ടാൻ പോകുന്നത് മാക്സ് ടു മാക്സ് 50,000 രൂപയാണ്. ഇതേ സ്ഥാനത്താണ് ഇവിടെ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥന് 65,000 70,000 രൂപയുടെ സാലറി ഉണ്ട്. സാലറി വൈസ് തന്നെ ടോട്ടൽ ഡിഫറൻസ്. ഇനി കേരള PSC ഞാൻ കേരള PSC കുറ്റം പറയല്ല, കേരള ഗവൺമെന്റ് കുറ്റം പറയല്ല, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി അവിടെ ഒരു പേ റിവിഷൻ വന്നിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പേ റിവിഷൻ നടന്നിട്ടില്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് പേ റിവിഷൻ നടക്കുന്നു. DA കേന്ദ്ര സർക്കാരിൽ 50% ആണെങ്കിൽ, റെയിൽവേയിൽ 50% ആണെങ്കിൽ ഇവിടെ വെറും 18% മാത്രമാണ്. അപ്പൊ ടോട്ടലി ബെനിഫിറ്റ്സിൽ ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ട്. ബാക്കി ക്വാർട്ടേഴ്സ് മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് റെയിൽവേയിൽ തന്നെയാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും സാർ ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ സാറിന് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷനെ കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ, കാരണം നിങ്ങൾ അത് പറയണം, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പൊ അത് സ്റ്റാഫിനോട് നിങ്ങൾ അറിയിക്കുക. ഞാൻ സാറിന് അതിന്റെ റിവ്യൂ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഓക്കെ, താങ്ക്സ് അലോട്ട് സാർ. ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക്സ്.